നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. നവരാത്രി 5-ാം നാൾ ചെയ്യുന്ന കുമാരി പൂജയിൽ 6 വയസ്സായ കന്യകയെ ദേവിയുടെ കാളിഭാവത്തിൽ പൂജിക്കുന്നു. മാടക്കത്തറ പഞ്ചായത്തിൽ 6 ഏക്കറോളം തരിശായി കിടന്ന ഭൂമിയിൽ കൃഷി ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്തിലെ 16-ാം വാർഡിൽ അംഗൻവാടിയും ആയുർവേദ ആശുപത്രിയും ഒന്നിച്ചാണ് പ്രവർത്തനം. രോഗികൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കസേര കുഞ്ഞുങ്ങൾക്ക്. പാറമേക്കാവ് ക്ഷേത്രം അഗ്രശാലയിൽ ഉണ്ടായ തീപിടുത്തം സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ദേവസ്വം പോലീസിൽ പരാതി നൽകി. വിശദമായ വാർത്തകളിലേക്ക്. നവരാത്രി 5-ാം നാൾ ചെയ്യുന്ന കുമാരി പൂജയിൽ 6 വയസ്സായ കന്യകയെ ദേവിയുടെ കാളിഭാവത്തിലാണ് പൂജിക്കുക. മൂലപ്രകൃതിയായ ദേവിയുടെ നെറ്റിത്തടത്തിൽ നിന്നാണ് കാളിയുടെ ആവിർഭാവം. ദേവിയുടെ അർദ്ധാംശ സ്വരൂപിണിയാണ് കാളി. എന്തുകൊണ്ടും ദേവിക്ക് തുല്യാണ്. കരാളവദനയാണ്. കയറും വാളും കാളിയുടെ കയ്യിലുണ്ട്. ഗഡ്വാംഗം എന്ന പേരായ ഒരു ആയുധവും ധരിച്ചിട്ടുണ്ട്. പുലിത്തോലാണ് ഉടുത്തിട്ടുള്ളത്. എല്ലുപൊങ്ങി പേടി തോന്നുന്ന ശൗര്യം പൂണ്ട രൂപമുള്ളവളാണ്. കൽപ്പാന്തത്തിൽ ചരാചരാത്മകമായ അഖില ബ്രഹ്മാണ്ടത്തെയും തന്നിൽ ലയിപ്പിക്കുന്നത് കാളിയാണ്. ആ കാളിയെ ഞാൻ പൂജിക്കുന്നുവെന്നാണ് കാളിയുടെ ധ്യാനം. കാളിയെ ഭക്തിപൂർവ്വം പൂജിക്കുന്നവർക്ക് ശത്രുക്കളുണ്ടാകില്ല എന്നാണ് വിശ്വാസം. ശ്രീരസ്തു എന്ന മന്ത്രം കൊണ്ട് അല്ലെങ്കിൽ ശ്രീയുക്തമായ അന്യമന്ത്രങ്ങൾ കൊണ്ടോ ബീജമന്ത്രം കൊണ്ടോ ആണ് കാളികയെ പൂജിക്കേണ്ടത്. കാളികയെക്കുറിച്ച് ദേവി ഭാഗവതം, ദേവി മാഹാത്മ്യം എന്നീ പുരാണ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകം വിവരണമുണ്ട്. എല്ലാ കാളി ക്ഷേത്രങ്ങളിൽ ഇന്ന് ഈ കാളി പൂജ ഭക്ത്യാദരപൂർവ്വം നിർവഹിക്കും. 2 വർഷത്തോളമായി തരിശായി കിടന്നിരുന്ന 6 ഏക്കറോളം വരുന്ന ഭൂമി മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിന്റെ ഈ വർഷത്തെ മികച്ച വനിതാ കർഷകയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഷീല അരീക്കര കൃഷി ചെയ്യാൻ ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ നിർവഹിച്ചു. കൃഷിയോടുള്ള ശ്രീമതി ഷീല അരീക്കരയുടെ അടങ്ങാത്ത ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരമാണ് ഈ പ്രവൃത്തി. ത്രിതല പഞ്ചായത്തുകളിൽ നിന്നായി കൂലിച്ചിലവും മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി വഴിയായി 32 കിലോ നെൽവിത്ത് ഏക്കറിന് സൗജന്യമായും 140 കിലോ കുമ്മായം ഏക്കറിന് 75% സബ്സിഡി നിരക്കിലും ലഭ്യമാക്കിയാണ് മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് കർഷകരുടെ കൂടെ നിൽക്കുന്നത്. പ്രൊഡക്ഷൻ ബോണസായി 1000 രൂപയും നൽകുന്നു. പരിപാടിയുടെ അധ്യക്ഷനായി വാർഡ് മെമ്പർ വിനീഷ് പങ്കെടുത്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി രാമചന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പലത എന്നിവരെ കൂടാതെ CDS ചെയർപേഴ്സൺ, കൃഷി ഓഫീസർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവരെല്ലാവരും പരിപാടിയിൽ പങ്കെടുത്തു. ബൈബിൾ സന്ദേശങ്ങളുടെയും ജപമാല രഹസ്യങ്ങളുടെയും ദൃശ്യാവിഷ്കാരങ്ങളും ഫാത്തിമനാഥ വേഷധാരികളും മാലാഖ കുട്ടികളും നിരന്നുകൊണ്ട് കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ ഫൊറോന ഇടവകയിൽ മരിയൻ റാലിയിൽ അണിനിരന്ന വിശ്വാസി സമൂഹം. ജപമാലയും ഭക്തിഗാനങ്ങളുമായി സന്യസ്തരും സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും അടക്കമുള്ളവർ റാലിയിൽ പങ്കെടുത്തു. മരിയൻ തീർത്ഥകേന്ദ്രമായ കൊട്ടേക്കാട്ടെ പരിശുദ്ധ ഫാത്തിമനാഥയുടെ തിരുനാളിന് മുന്നോടിയായാണ് ആകർഷകമായ റാലി നടത്തിയത്. കുന്നത്തുപീടികയിൽ നിന്നും ആരംഭിച്ച റാലി വികാരി ഫാദർ ജോജു ആളൂർ നയിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ക്രിസ്റ്റോ തേക്കാനത്ത്, ജനറൽ കൺവീനർ ജോൺസൺ മുരിയാടൻ, ട്രസ്റ്റിമാരായ പോളി തറയിൽ, KP ജോയ്, ബാസ്റ്റിൻ ചാലിച്ചേരി, സൈമൺ ചക്കാലക്കൽ, ജിയോ കോളങ്ങാടൻ, ജോയിന്റ് ജനറൽ കൺവീനർ സിബിൻ വർഗീസ്, പടിഞ്ഞാറുഭാഗം കൺവീനർ ബിജു വർഗീസ്, കിഴക്കുഭാഗം കൺവീനർ തുടങ്ങിയവർ നേതൃത്വം നൽകി. റാലിക്ക് ശേഷം മരിയൻ കൺവെൻഷൻ ആരംഭിച്ചു. ബുധനാഴ്ച വരെ വൈകുന്നേരം 6:30 മരിയൻ കൺവെൻഷൻ ഫാദർ റോയ് വേളക്കൊമ്പിൽ നയിക്കും. 10-ാം തീയതി വ്യാഴാഴ്ച രാവിലെയാണ് തിരുനാളിനെ കൊടിയേറ്റം. ഈ മാസം 19, 20 തീയതികളിലാണ് തിരുനാൾ. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തി പുത്തൂർ പഞ്ചായത്തിലെ 112-ാം നമ്പർ അംഗൻവാടി പ്രവർത്തനം
കണ്ട ഭാവം നടിക്കാതെ അധികാരികൾ. പുത്തൂർ പഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഉൾപ്പെട്ട 112-ാം നമ്പർ അംഗൻവാടി പ്രവർത്തനമാണ് കുട്ടികൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നത്. ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന്റെ ഉള്ളിലെ ഒരു കെട്ടിടത്തിലാണ് അംഗൻവാടിയുടെ പ്രവർത്തനം. പലവിധ രോഗങ്ങളാൽ ആശുപത്രികളിലെത്തുന്ന നൂറുകണക്കിന് രോഗികൾ ഇടപഴകുന്ന കസേരകളിലും മറ്റുമാണ് കുട്ടികൾ കളിക്കുന്നതും ഇരിക്കുന്നതും. 2 മണിക്ക് ആശുപത്രി പ്രവർത്തനം കഴിഞ്ഞാൽ അടച്ചിട്ട മുറിയിൽ നിന്നും കുട്ടികളെ പുറത്തിറക്കും. ഇത്തരത്തിലിറക്കുന്ന സമയത്താണ് കുട്ടികൾ രോഗികൾ ഇരിക്കുന്ന കസേരകളിലും മറ്റും ഇരിക്കുകയും കളിക്കുകയും ചെയ്യുന്നത്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് വഴിവെക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിൽ നിന്നും മീറ്ററുകൾ മാത്രം അകലെയുള്ള ഈ ദുരവസ്ഥ അധികാരികൾ കണ്ട ഭാവം നടിക്കുന്നില്ല. TB, ചിക്കൻ ബോക്സ് തുടങ്ങി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന രോഗികൾ ഉൾപ്പെടെ 100-ൽ പരം രോഗികളാണ് ദിവസേന ആശുപത്രിയിൽ എത്തുന്നത്. കേരളത്തിൽ തന്നെ 2 സ്ഥലത്താണ് ഇത്തരത്തിൽ അംഗൻവാടി ആശുപത്രി കെട്ടിടത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നത്. ഒന്ന് വയനാട് ജില്ലയിലാണ്. അതിന്റെ പ്രവർത്തനം ആശുപത്രി കെട്ടിടത്തിൽ നിന്നും മാറ്റാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കി കഴിഞ്ഞു. എന്നാൽ പുത്തൂർ പഞ്ചായത്തിലെ ഈ അംഗൻവാടി പ്രവർത്തനം ആരും കണ്ട ഭാവം നടിക്കുന്നില്ല. 16ഓളം കുരുന്നുകളാണ് അംഗൻവാടിയിൽ ദിവസേന എത്തുന്നത്. ഈ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ പിടിപെട്ടാൽ ആര് സമാധാനം പറയുമെന്നാണ് രക്ഷിതാക്കളും ചോദിക്കുന്നത്. എത്രയും വേഗം ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഇവരുടെയും ആവശ്യം. മാർ തിമത്തിയോസ് മെത്രാപൊലിത്തായുടെ 23-ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം മാർ തിമത്തിയോസ് മെട്രാപൊലിറ്റൻ മെമ്മോറിയൽ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ കിഴക്കേക്കോട്ട സെന്റ് ജോൺസ് ഹാളിൽ മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്തു. ഫാദർ കിയാർ ഇനാശു, ഫാദർ സിജോ ജോണി, സഭാ ട്രസ്റ്റി ചെയർമാൻ ജേക്കബ് ഒലക്കേങ്ങൽ, പ്രസിഡന്റ് സണ്ണി CD, സെക്രട്ടറി ശ്രീ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. വളരെയധികം മുൻപന്തിയിൽ തന്നെ ലേഖനങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി, അതിന് പട്ടം എടുത്തിട്ടില്ലേ, പട്ടത്തിനൊരു ഷെമാശനായിട്ട് താല്പര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നിനക്കിപ്പോൾ അത് ശരിയാവില്ല, പിന്നെ ആകാം എന്ന് പറഞ്ഞ് മാറ്റിവിട്ട ഒരു ചരിത്രം കേട്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടെങ്കിലും അത് കളയാതെ സാധാരണ രീതിയിൽ 51 വയസ്സെന്ന് പറയുന്ന സമയത്ത് വിവാഹ ജീവിതത്തിലേക്ക് കടക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു. പക്ഷെ ആ പ്രായമൊക്കെ കടന്നുപോയി. അപ്പോഴും എന്തോ എവിടെയും ഒരു ഒരുക്കം, ഒരു പ്രത്യേകത തനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് CISE ദേശീയ സ്പോർട്സ് ആൻഡ് ഗെയിംസ് വിവിധ ദിവസങ്ങളിലായി നടത്തിയ മത്സരങ്ങളിൽ മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിലെ കുട്ടികൾ പ്രൗഢഗംഭീരമായ വിജയമാണ് കരസ്ഥമാക്കിയത്. കൊൽക്കത്തയിൽ സെപ്റ്റംബർ 4, 5, 6 തീയതികളിൽ നടന്ന ദേശീയ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിലെ സാവന്ന മരിയ ബിബിൻ 30 മീറ്ററിൽ സിൽവർ മെഡലോടെ വ്യക്തിഗതമായ നേട്ടം കൊയ്ത് 2ാം സ്ഥാനത്തെത്തി. ഇന്ത്യൻ സ്കൂൾ ഗെയിംസ് ഫെഡറേഷന്റെ മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള അവസരവും നേടിയെടുത്തു. ഇതേ മത്സരത്തിൽ മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിലെ നിവീസ് P. വിജോയ് ബ്രോൺസ് മെഡലോടെ 3ാം സ്ഥാനത്തേക്ക് എത്തി. കോതമംഗലത്ത് വെച്ച് നടന്ന സംസ്ഥാനതല ആർച്ചറി മത്സരത്തിൽ സാവന്ന മരിയ ബിബിൻ സ്വർണ്ണ മെഡലോടെ 1ാം സ്ഥാനത്തെത്തുകയും ബെസ്റ്റ് ആർച്ചറി ബഹുമതിക്ക് അർഹയാവുകയും ചെയ്തിരുന്നു. നിവീസ് P. വിജോയ്ക്ക് വെള്ളി മെഡലോടെ 2ാം സ്ഥാനവും ലഭിച്ചിരുന്നു. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. An ISO certified laboratory. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി
digital X-ray, ultrasound and color Doppler scanning, modular laboratory, ECG and doctor's consultation. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ച് മാന്നാമംഗലം വനം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി പുത്തൂർ പഞ്ചായത്ത് അംഗം TA ആരുഷ് ഉദ്ഘാടനം ചെയ്തു. മാന്നാമംഗലം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂൾ പ്രധാനാധ്യാപിക ബേബി അധ്യക്ഷത വഹിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരായ M ഷാജഹാൻ, S രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ പങ്കെടുത്തവർക്കായി പ്രവീൺ നായർ വനവും വന്യജീവികളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പെൻസിൽ ഡ്രോയിംഗ്, ക്വിസ് മത്സരം തുടങ്ങിയ മത്സര പരിപാടികൾ നടത്തുകയും 1-2 സ്ഥാനങ്ങൾ ലഭിച്ചവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ജയൻ PA, ഷിജു KS, ഷിജു MN, രാജ്കുമാർ TO, അഞ്ജന KS, ശ്രുതി S നായർ, ബിജേഷ് MP, അനിൽകുമാർ K തുടങ്ങിയവർ പങ്കെടുത്തു. പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ അഗ്രശാലയിൽ തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ക്ഷേത്രത്തിന്റെ അഗ്രശാലയിലെ 1-ാം നിലയിൽ തീ പടർന്നത്. താഴത്തെ നിലയിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായുള്ള നൃത്ത പരിപാടികൾ നടക്കുന്നതിനിടെയായിരുന്നു മുകളിൽ അഗ്നിബാധ. ക്ഷേത്രത്തിൽ അന്നദാനത്തിന് വേണ്ടി സൂക്ഷിച്ചിരുന്ന കഞ്ഞി കുടിക്കുന്ന പാളകളും വർണ്ണക്കുടകളും മറ്റും കത്തി നശിച്ചു. 1 മണിക്കൂറിലേറെ പണിപ്പെട്ടാണ് തീ അണച്ചത്. തൃശൂർ സ്റ്റേഷനിൽ നിന്നുള്ള 2 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് അണയ്ക്കുവാനെത്തിയത്. AC-യുടെ ഷോർട്ട് സർക്യൂട്ടാണ് തീ പടരുവാൻ ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. ചേതന കോളേജ് മീഡിയ ആൻഡ് പെർഫോമിംഗ് ആർട്സ് സംഘടിപ്പിക്കുന്ന ചതുരം ആർട്ട് ഷോ 2024 ഒക്ടോബർ 17 9:30 ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യ ദിനം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒന്നിച്ച് വീഡിയോ എക്സ്പോ, AR/VR റൂം തുടങ്ങി വ്യത്യസ്ത ഇനം പ്രദർശനമുണ്ടാകും. 2-ാം ദിവസം വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അവതരിപ്പിക്കുന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരിക്കും. 3-ാം ദിവസം പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രൊജക്ട് ഷോ ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജിജോ തീതായ്, അരുൺ ജോൺ മാണി, ഫാദർ ബെനഡിക്ട് വർഗീസ്, നിക്കോൾ മരിയ ഗോമസ്, ഭദ്ര വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. പാറമേക്കാവ് ക്ഷേത്രം അഗ്രശാലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ദേവസ്വം പോലീസിൽ പരാതി നൽകി. 12 ലക്ഷം രൂപയുടെ നഷ്ടമാണ് അഗ്നിബാധയിൽ കണക്കാക്കുന്നത്. അഗ്രശാലയുടെ 1-ാം നിലയിലാണ് തീ പടർന്നത്. ഈ നിലയുടെ സീലിംഗും മുറിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഫർണിച്ചർ ഉൾപ്പെടെയുള്ള വസ്തുവകകളും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. എങ്കിലും വിശദ പരിശോധനയിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടില്ല എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ വിദഗ്ധർ. ഇതേ തുടർന്നാണ് സമഗ്രമായ പരിശോധന ആവശ്യമാണെന്ന് കാണിച്ച് ദേവസ്വം പോലീസിനെ സമീപിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 8 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. താഴത്തെ നിലയിൽ നവരാത്രി സംഗീതോത്സവത്തിന്റെ ഭാഗമായുള്ള നൃത്ത പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. മുകളിലെ നിലയിൽ നൃത്തത്തിൽ പങ്കെടുക്കുന്നവർ വസ്ത്രം മാറാനും മറ്റുമായി പോയിരുന്നു. ഇതിനിടയിലാണ് തീ കണ്ടത്. അബദ്ധത്തിൽ വിളക്കിൽ നിന്നോ മറ്റോ പടർന്നതാണോ എന്നും അന്വേഷിക്കുന്നുണ്ട്. പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗാന്ധി ജയന്തി വാരത്തോടനുബന്ധിച്ച് തൃശൂർ ചെമ്പുകാവ് താലൂക്ക് ഓഫീസിന്റെ വൃത്തിഹീനമായി കിടക്കുന്ന മതിലുകൾ സിനിമാ പോസ്റ്ററുകളും മറ്റും വൃത്തിയാക്കി വൈറ്റ് വാഷ് അടിക്കുകയും പരസ്യം അരുത് എന്ന ലേബൽ തഹസിൽദാർ നിർദ്ദേശപ്രകാരം വെക്കുകയും ചെയ്തു. മാതൃകയായി ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രതിഷേധത്തിൽ മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ,
ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കൽ, ആനന്ദ് പിയ, ടോജോ തിമോത്തി, റാണി ആൻഡോ, ജിജോ ജേക്കബ്, സെബി ജോണി, ലിൻസൺ, ബിബിൻ, ജോളി ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരിച്ചെത്താം അവരുടെ വേലയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വീണ്ടും വാർത്തയിലേക്ക്. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഡയറി പ്ലാന്റിൽ താഴെ പറയുന്ന സ്റ്റൈപ്പൻഡറി പരിശീലന പരിപാടികളിലേക്ക് നേരിട്ടുള്ള അഭിമുഖം ഡയറി പ്ലാന്റിൽ 2024 ഒക്ടോബർ 18 രാവിലെ 9:30 നടത്തുന്നു. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന രേഖകളുമായി അന്നേ ദിവസം അഭിമുഖത്തിന് പങ്കെടുക്കാവുന്നതാണ്. ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡയറി മെഷീനറീസ്. പ്രതിമാസ സ്റ്റൈപ്പൻഡ് 5500 രൂപ. യോഗ്യത റെഫ്രിജറേഷൻ, ഇലക്ട്രിക്കൽ ട്രേഡുകളിൽ ITA, ITI, VHSE എന്നിവയിൽ ഏതെങ്കിലും പാസ്സായവർ. ഒഴിവുകൾ 4. ഒക്ടോബർ 18 ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. പ്രതിമാസം സ്റ്റൈപ്പൻഡ് 6000. യോഗ്യത കെമിസ്ട്രി, മൈക്രോബയോളജി, ബയോടെക്നോളജി, ഫുഡ് സയൻസ് ടെക്നോളജി എന്നിവയിൽ ഡിഗ്രി കോഴ്സ് പാസ്സായിട്ടുണ്ടാകണം. ഒഴിവുകൾ 2. ഒക്ടോബർ 18 ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. പാലുൽപ്പന്ന നിർമ്മാണവും ഗുണനിയന്ത്രണവും. പ്രതിമാസ സ്റ്റൈപ്പൻഡ് 5500 രൂപ. VHSE, ഡയറി ആൻഡ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്, ഹസ്ബൻഡറി എന്നീ വിഷയങ്ങളിൽ 2021, 2022, 2023 വർഷങ്ങളിൽ പാസ്സായിട്ടുണ്ടാകണം. ഒഴിവുകൾ 2. ഒക്ടോബർ 18 ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ഡയറി പ്ലാന്റിലെ ശുചിത്വ മുറികളും പാൽ സംസ്കരണവും. പ്രതിമാസ സ്റ്റൈപ്പൻഡ് 4500 രൂപ. 10ാം ക്ലാസ് പൂർത്തിയായിരിക്കണം. പാസ്സായിരിക്കണമെന്ന നിബന്ധനയില്ല. ഒഴിവുകൾ 8. ഒക്ടോബർ 18 ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ഹെൽപ്പർ ട്രെയിനീസ് ഒഴികെയുള്ള എല്ലാ ട്രെയിനീസിനും അന്നേ ദിവസം എഴുത്തു പരീക്ഷയും അഭിമുഖവും ഉണ്ടായിരിക്കുന്നതാണ്. മാള ഹോളി ഗ്രേസ് അക്കാദമി CBSE സ്കൂൾ വിദ്യാർത്ഥികളുടെ ചിത്രശില്പ പ്രദർശനം ആർട്സ്കേപ്പ് 2024 ഒക്ടോബർ 8 മുതൽ 12 വരെ തൃശൂർ കേരള ലളിതകലാ അക്കാദമി ആർട്സ് ഗാലറിയിൽ നടക്കുന്നു. ഒക്ടോബർ 8 രാവിലെ 11:45 ബാലരമ സീനിയർ ആർട്ടിസ്റ്റ് M. മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2 മുതൽ 12ാം ക്ലാസ് വരെയുള്ള 120 വിദ്യാർത്ഥികളുടെ
പ്രകൃതി ദൃശ്യങ്ങളും പൂവുകളും മനുഷ്യരും പക്ഷികളും മൃഗങ്ങളും തെരുവുകളുമെല്ലാം വിഷയമാക്കിയ ചിത്രങ്ങളും ശില്പങ്ങളുമാണ് പ്രദർശനത്തിനുള്ളത്. വിദ്യാർത്ഥികളുടെ സർഗവാസനകൾ പ്രകടമാക്കുന്ന ആക്രിലിക് മീഡിയത്തിലുള്ള ചിത്രങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. കളിമണ്ണിൽ തീർത്ത ശില്പങ്ങളും പ്രദർശനത്തിന് മാറ്റുകൂട്ടും. തുടർച്ചയായി 7ാം വർഷമാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ചിത്രകലാ അധ്യാപകരായ സന്ദീപ് CS, ദീപ അനിൽകുമാർ തുടങ്ങിയവരുടെ മേൽനോട്ടത്തിലാണ് വിദ്യാർത്ഥികൾ ചിത്രങ്ങൾ തയ്യാറാക്കിയത്. താല്പര്യമുള്ളവർക്ക് മിതമായ നിരക്കിൽ ചിത്രങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവുമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ആൻമരിയ ജോജു, ആദിത്രി മേനോൻ, ഡാനിയൽ K ദീപക്, സ്വസ്തിക് M, സോനാലി കോച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. മലക്കപ്പാറ മയിലാടും പാറയിൽ തോട്ടം തൊഴിലാളികൾക്ക് നേരെ കാട്ടാന ആക്രമണം. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടുകൂടി പ്രദേശത്തെ തേയിലത്തോട്ടത്തിലായിരുന്നു സംഭവം. 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു. തോട്ടം തൊഴിലാളികളായ രാജീവ് ശ്രീ, രാധ എന്നിവർക്കാണ് പരിക്കേറ്റത്. കസേരപ്പാറ ഭാഗത്ത് ബ്ലോക്ക് 46-ൽ തേയില നുള്ളുവാൻ പോയ തോട്ടം തൊഴിലാളികൾ ആനയെ കണ്ട് സ്ഥലത്തേക്ക് നിരീക്ഷിക്കുവാൻ പോയപ്പോൾ ആന തൊഴിലാളികളെ ഓടിക്കുകയും ഓട്ടത്തിലാണ് രാധ എന്ന തൊഴിലാളിക്ക് വീണ് പരിക്കേൽക്കുകയും രാജേശ്വരി എന്ന തൊഴിലാളിയുടെ കയ്യിൽ ആന തട്ടി പരിക്കേൽക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ ഉടനെ തന്നെ മലക്കപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകരുടെയും ടാറ്റ എസ്റ്റേറ്റ് മാനേജറുടെയും നേതൃത്വത്തിൽ പരിക്കേറ്റവരെ ഉരുളിക്കൽ ആശുപത്രിയിൽ എത്തിക്കുകയും രാജേശ്വരിയുടെ കൈക്ക് പൊട്ടലുള്ളതിനാലും നിലവിൽ ഉരുളിക്കൽ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പരിമിതികൾ ഉള്ളതിനാലും രാജേശ്വരിയെ തുടർ ചികിത്സയ്ക്കായി മെഡിക്കൽ ടീമിന്റെ അകമ്പടിയോടെ കോയമ്പത്തൂർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കർണാടക മൈസൂർ സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഹൊസഹുണ്ടി ബന്ദി പാളയ മാർക്കറ്റിൽ തൃശൂർ സ്വദേശി എന്ന് സംശയിക്കുന്ന ഒരാളുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവരാത്രി 5ാം നാൾ ചെയ്യുന്ന കുമാരി പൂജയിൽ 6 വയസ്സായ കന്യകയെ ദേവിയുടെ കാളിഭാവത്തിൽ പൂജിക്കുന്നു. മാടക്കത്തറ പഞ്ചായത്തിൽ 6 ഏക്കറോളം തരിശായി കിടന്ന ഭൂമിയിൽ കൃഷി ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്തിലെ 16ാം വാർഡിൽ അംഗൻവാടിയും ആയുർവേദ ആശുപത്രിയും ഒന്നിച്ചാണ് പ്രവർത്തനം. രോഗികൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കസേര കുഞ്ഞുങ്ങൾക്ക്. പാറമേക്കാവ് ക്ഷേത്രം അഗ്രശാലയിൽ ഉണ്ടായ തീപിടുത്തം സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ദേവസ്വം പോലീസിൽ പരാതി നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർമാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.